بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلام عليك يا سيدي يا رسول الله चमक तुझसे पाते हैं सब पाने वाले मेरा दिल भी चमका दे चमकाने वाले बरसता नहीं देख कर अब्र रहमत बदों पर भी बरसा दे बरसाने वाले तू जिंदा है वल्लाह तू जिंदा है वल्लाह मेरे चश्मे आलम से चुभ जाने वाले वअलमु या उम्मत सയ്യിദുനാ മുഹമ്മദ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സത്യവിശ്വാസികൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന, മുഅ്മിനീങ്ങളുടെ മുഖത്ത് പ്രത്യേകമായി പ്രസന്നത പ്രകടമാകുന്ന ഒരു സമയമാണ് റബീഉൽ അവ്വൽ. മനുഷ്യരുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ അർഹരായ, നാം അതിന് ബാധ്യസ്ഥരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി എന്നതാണ് ഇതിന്റെ കാരണം. 10 ദിവസമായി തുടർച്ചയായി ഇവിടെ നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം, മദ്ഹ് 10 ദിവസമോ 100 ദിവസമോ ജീവിതാവസാനം വരെ ആവർത്തനമില്ലാതെ പറഞ്ഞാലും അത് അവസാനിപ്പിക്കുക സാധ്യമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നാം അവസരം കണ്ടെത്തുകയും വേണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. പലരെയും നാം സ്നേഹിക്കുന്നത്, ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്നത് ആ വ്യക്തിയിലുള്ള എന്തെങ്കിലും ഗുണത്തിന്റെ പേരിലാണ്. ബുദ്ധിയുടെയോ വിജ്ഞാനത്തിന്റെയോ കായബലത്തിന്റെയോ ശരീര സൗന്ദര്യത്തിന്റെയോ എന്തെങ്കിലും യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. പലരെയും നാം കുറച്ചുകാലം സ്നേഹിച്ച് അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ സ്നേഹമില്ലാതായി പോകാറുണ്ട്. ചിലരെക്കുറിച്ച് നാം മനസ്സിലാക്കിയ അത്ര ഇല്ലെന്നും അതിനെതിരാണെന്നും ഒക്കെ ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ സ്നേഹം അവസാനിക്കും. ചിലരെ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് സ്നേഹം വർദ്ധിക്കുകയും നാം അവരോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം
മനുഷ്യജീവിതവുമായി ബന്ധപ്പെടാവുന്ന ഏതെങ്കിലും ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർത്തി നോക്കുമ്പോൾ നബിതങ്ങളെ ഇവിഷയത്തിൽ പിറകിലാണെന്ന് കാണാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പഠിക്കും തോറും നമുക്ക് സ്നേഹം വർദ്ധിച്ചു വരും. അതുകൊണ്ട് കൂടുതൽ കൂടുതലായി പഠിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലുള്ള പരിപാടികൾ, ഇത്തരം തുടർ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മുടെ SYS പ്രവർത്തകർക്കും മറ്റ് സംഘാടകർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിക്കാണുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. മുഅ്മിനീങ്ങൾ ലോകത്തെവിടെയെല്ലാം സമ്മേളിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തീർച്ചയായും നോക്കിക്കാണുക തന്നെ ചെയ്യുന്നു. ഇന്നാ അർസൽനാക ഷാഹിദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്നു, ഏ നബിയെ, അങ്ങയെ നാം അയച്ചത് ഷാഹിദൻ, സാക്ഷിയായിട്ടാണ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ നോക്കിക്കാണുന്ന, സാക്ഷി നിൽക്കുന്ന ആൾ. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും മുഅ്മിനീങ്ങളുടെ മുഴു പ്രവർത്തനങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുക മാത്രമല്ല, നബി തങ്ങൾ നോക്കിക്കാണുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ ഷാഹിദ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. തുഅറദു അലയ്യ അഅമാലുക്കും ഇൻ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ് വഇൻ വജദ്തു ഗൈറ ദാലിക അസ്തഗ്ഫർതു ലക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. ഖൈറായ കാര്യങ്ങളെ കണ്ടാൽ ഞാൻ അതിൽ അല്ലാഹുവിന് സ്തുതി രേഖപ്പെടുത്തുകയും മറ്റെന്തെങ്കിലും കാണാനിടയായാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുകയും ചെയ്യും. അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ് നാം പറയുന്നത്. നിസ്കാരത്തിൽ റസൂലുള്ളാഹി തങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും നേരിട്ട് അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചാൽ നിസ്കാരം അസാധുവായി പോകും. അലൈക, അസ്സലാമു അലൈക, യർഹമുക്കല്ലാഹ്, നിസ്കാരത്തിൽ ഇത് പറയാൻ പാടില്ല. നബിയോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞെങ്കിലേ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ മുന്നിലുണ്ടെന്ന മാനസികാവസ്ഥയോടുകൂടി പറയണമെന്ന. നബിതങ്ങൾ ഹാസിർ നാസിറാൻ, നബിതങ്ങളുടെ സാന്നിധ്യമുണ്ട്, നബിതങ്ങൾ എന്നെ കാണുന്നു എന്ന ബോധം വേണം. ഇതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഏ മനുഷ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തായ താടി വളർത്തൽ അഥവാ നീ ചെയ്യുന്നില്ലെങ്കിൽ നബിതങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നീ പറയുമ്പോ നബിതങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കും. നിനക്കപ്പോൾ നാണം വരില്ലേ? എങ്ങനെയാണ് നിനക്ക് അഭിമുഖീകരിക്കാൻ കഴിയുക? ഓരോ മനുഷ്യരും സലാം ചൊല്ലുമ്പോ നബിതങ്ങൾ അവരെ കാണുകയും അവരെ നബിതങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിക്കാണുന്നു എന്ന സന്തോഷമാണ് ഇവിടെ ഇരിക്കാൻ, ഇവിടെ സമ്മേളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ മജ്ലിസിലേക്ക് വരാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകില്ല. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആർക്കാണ് ഭാഗ്യം ലഭിക്കുന്നത്? വഅസിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മഹാനായ ഹസ്രത്ത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം വിളിക്കുക, മാലോകരെ വിളിക്കുക,
ഹജ്ജിന് വേണ്ടി വിളിക്കുക, എല്ലാവരും വരട്ടെ. ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ വിളിക്കുന്നു, വരൂ ഹജ്ജിന് വരൂ, കഅബാലയത്തിലേക്ക് വരൂ. ഈ വിളി കേട്ട ആളുകളാണ് ഹജ്ജിന് പോകുന്നത്. അന്ന് ഇബ്രാഹിം നബി ഉച്ചരിച്ച ആ ശബ്ദം, അതിന്റെ ഫ്രീക്വൻസി കണക്കനുസരിച്ച് എപ്പോഴാണോ നമ്മിൽ അത് ചെന്ന് പതിക്കുന്നത് അപ്പോൾ സ്റ്റേഷൻ തുറക്കും, അപ്പോൾ നമുക്ക് ഹജ്ജിന് പോകാൻ സാധിക്കും. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകളെ മനോഹരമാക്കുന്നത്, ആ മജ്ലിസിലേക്ക് വരുന്നത് ആരാണ്? ആതാ ഹൈ വഹി ജിൻകോ महबूब बुलाते हैं, महबूब की महफिल को महबूब सजाते हैं. महबൂബിന്റെ മജ്ലിസ് അലങ്കരിക്കുന്നത്, അതിനെ മനോഹരമാക്കുന്നത്, അവിടെ വന്ന് സമ്മേളിക്കുന്നത് ആ മെഹബൂബുകളാണ്. ആരാണ് ഇവിടെ വരുന്നത്? ജിൻകു മെഹബൂബ് ബുലാത്തേ ഹേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ ഉൾവിളി ആർക്കാണോ ലഭിച്ചത് അവർ മാത്രമാകുന്നു ഈ മജ്ലിസുകളെ മനോഹരമാക്കാൻ വേണ്ടി വരുന്നത്. ഒരുപക്ഷെ മജ്ലിസുകളെ മനോഹരമാക്കാൻ വേണ്ടിയല്ലാതെ കേവലം വീക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നെങ്കിൽ അവർ ഈ ഗണത്തിൽപ്പെടില്ല. കാരണം അവരുടെ മുഖത്ത് പ്രസന്നതയുണ്ടാകില്ല, അവർ മജ്ലിസിനെ ഒരിക്കലും തന്നെ അലങ്കരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിൽ ജീവിക്കുന്നുവെന്നാണ് ഖുർആൻ പറയുന്നത്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം, 100% വിശ്വാസത്തിനാണ് ഇൽമ് എന്ന് പ്രയോഗിക്കുന്നത്. അൽ ഇഅ്തിഖാദുൽ ജാസിം അൽ മുതാബിഖ് ലിസ്സുദ്ഖ്, ഹൃദയത്തിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന പൂർണ്ണമായ വിശ്വാസം, അതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. ലന്നോ വഹ്മോ ശക്കോ ഒന്നുമല്ല. വഅലമു, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നല്ല, നിങ്ങളിൽ ഓരോരുത്തരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംശമുണ്ട്. അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ജാബിർ, അല്ലാഹു തആല ആദ്യമായി പടച്ചത് നിന്റെ നബിയിന്റെ പ്രകാശമാകുന്നു, നൂറാകുന്നു. ആ നൂറിന്റെ ജുസുകൾ, അതിന്റെ ഒരംശമെടുത്ത് അതിൽ നിന്ന് കലമ് പടച്ചു, പിന്നെ അർശ് പടച്ചു, ലൗഹ് പടച്ചു, ഭൂമി പടച്ചു, ആകാശം പടച്ചു. ഓരോന്നിന്റെ ഹിസ്സ ജുസുകൾ എടുത്ത് ഇങ്ങനെ എല്ലാറ്റിനെയും പടച്ചു. ആദ്യമായി പടച്ചത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. ആ അർത്ഥത്തിൽ ആ പ്രകാശത്തിന്റെ അംശങ്ങളാണ് എല്ലാവരും. മാത്രമല്ല, ബാഹ്യലോകത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞുപോയെങ്കിലും നമുക്കിടയിൽ ജീവിക്കുന്നുവെന്നാണ് നാം വിശ്വസിക്കുന്നത്. वो मुर्दा है वल्लाह जो तुझे मुर्दा कहा है. അങ്ങയെപ്പറ്റി ആരെങ്കിലും മരിച്ചുപോയെന്ന് പറഞ്ഞാൽ, ജീവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, അവൻ ജീവിച്ചിരിക്കെങ്കിലും അവൻ മരിച്ചതിനൊക്കും. തു സിന്ദാ ഹെ വല്ലാഹ്, തു സിന്ദാ ഹെ വല്ലാഹ്, മേരെ ചശ്മെ ആലം സെ ചുപ് ജാനെ വാലെ. റഈസുൽ ആശിഖീൻ, മുജദ്ദിദെ ദീനോ മില്ലത്ത്, ഇമാമെ അഹ്ലു സുന്നത്ത്, ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറൈൽവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 1000-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ച, ഉറുദു സംസാരിക്കുന്ന മേഖലയിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന ലോകത്തിലെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പ്രവാചക സ്നേഹം കുടിയിരുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത
മനുഷ്യ മനസ്സുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കെടുത്തിക്കളയാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ ദീൻ നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം നേതാവിനോടുള്ള സ്നേഹം കെടുത്തിക്കളയലാണെന്ന് മനസ്സിലാക്കിയവർ എല്ലാവരും നബി തങ്ങളെ ഇകഴ്ത്താനും അവമതിക്കാനും ആ സ്നേഹത്തെ കെടുത്തിക്കളയാനുമാണ് ശ്രമിച്ചത്. അത്തരം ഒരു ചിന്താധാര, ഒരു മൂവ്മെന്റ് രംഗത്തു വന്ന സമയത്ത് അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതൻ, കേരളക്കരയിൽ നമുക്ക് വിശ്വാസദാർഢ്യത പഠിപ്പിച്ചെന്ന അല്ലാമത്ത് ഷാലിയാത്തി തങ്ങളുടെ ഗുരുവര്യർ ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 1000-ലധികം 10,000-കണക്കിന് കവിതകൾ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹിൽ മഹാനവർകൾ രചിച്ചിട്ടുണ്ട്. മുസ്തഫ ജാനെ റഹ്മത്ത് പെ ലാഖോं സലാം എന്ന് പറയുന്ന സലാമെ റസ എന്ന് പറയുന്ന കവിത ഉറുദു സംസാരിക്കുന്ന മേഖലയിൽ എല്ലാ നിസ്കാരത്തിനു ശേഷവും ഈ സലാം ബെയ്ത്ത് അവർ ചൊല്ലും. ഉറുദുവിലുള്ള ബുർദ എന്നാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത്. 160 വരികൾ വരുന്ന ഈ സലാമിയക്ക് 16 വാള്യമുള്ള വ്യാഖ്യാനമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഓരോ വരികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനു വേണ്ടി ഇറക്കപ്പെട്ടതാണെന്ന് ഓരോ വരികൾക്കിടയിലുമുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ മഹാനായ റസാഖാൻ തങ്ങൾ പുറത്തെടുത്തു കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവിടുന്ന് പറയുന്നു, തു സിന്ദാ ഹെ വല്ലാ, തു സിന്ദാ ഹെ വല്ലാ, തീർച്ചയായും അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. മേരെ ചഷ്മെ ആലം സെ ചുപ് ജാനെ വാലേ, എന്റെ ബാഹ്യനേത്രങ്ങളുടെ മുന്നിൽ നിന്നും മറഞ്ഞു പോകുന്ന പ്രവാചകരെ, തീർച്ചയായും അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്. ആ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്നേഹിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതിന്റെ കാരണം ഇന്നലെ വരെയുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ലോകത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നബിതങ്ങളാണ്. ആരാണ് ഇങ്ങോട്ട് സ്നേഹിക്കുന്നത്, അവരെ അങ്ങോട്ട് സ്നേഹിക്കും. ഇത് മനുഷ്യ സഹജമാണ്. എല്ലാവരെയും, മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും സർവചരങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിരറ്റ് സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആശിഖീങ്ങളുടെ, റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന, സ്നേഹം പ്രകടമാക്കി ചരിത്രം സൃഷ്ടിച്ച ആശിഖീങ്ങളുടെ കഥകൾ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹം എങ്ങനെയാണുണ്ടാകുന്നത് വർണ്ണിക്കാൻ കഴിയില്ല. ബുദ്ധിയുള്ള മനുഷ്യർക്ക്, ഈ ഇരിക്കുന്ന മനുഷ്യർ, വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നേഹം എന്താണെന്ന്. കുറച്ചെടുത്തിരിക്കില്ല, പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്താണ് അനുഭവപ്പെടുന്നത്? സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. സ്നേഹം എന്താണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ചില ആളുകൾ സ്നേഹമെന്ന് പറയുന്നത് കേവലം ഇത്തിബാ, നബിതങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് നടക്കുക, ഇതുമാത്രമല്ല. ഹാഫിദ് ഇബ്നു അസാകിർ റഹിമഹുല്ലാഹ് അവിടുത്തെ താരീഖിൽ സമർത്ഥിക്കുന്നു, സ്നേഹം അതൊന്ന് വേറെ തന്നെയാണ്. മഹബ്ബ വദാലിക ഗൈറുൽ ഇത്തിബാ, ഇത്തിബാ അല്ല, വെറും ഇത്തിബാ മാത്രമല്ല, ഇത്തിബാ എന്ന് പറയുന്നത് മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ്. സ്നേഹം എന്താണെന്ന് മനസ്സുള്ളവർക്കറിയാം, എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഭാര്യമാരെ, മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഗുരുനാഥന്മാരെ, നാട്ടുകാരെ പലരെയും പലതിന്റെയും പേരിൽ സ്നേഹിക്കുന്നുണ്ട്. ഒരേ ഭാഷക്കാരായി എന്നതിന്റെ പേരിലുള്ള സ്നേഹം, ഒരേ നാട്ടുകാരായി എന്നതിന്റെ പേരിലുള്ള സ്നേഹം,
ഒരേ രക്തബന്ധത്തിലുള്ളവർ എന്നതിന്റെ പേരിലുള്ള സ്നേഹം, ഒരേ ആദർശത്തിലും പ്രസ്ഥാനത്തിലും നിലകൊള്ളുന്നു എന്നതിന്റെ പേരിൽ സ്നേഹം, എന്തെല്ലാം കാര്യത്തിന്റെ പേരിൽ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിനെല്ലാം തന്നെ തട്ടുകൾ, ഓരോന്നിനും ഓരോ ദറജകൾ നമുക്ക് കാണാം. നമ്മുടെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെയല്ല മറ്റൊരാളുടെ മക്കളെ നാം സ്നേഹിക്കുന്നത്. ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഇസ്ലാം പഠിപ്പിച്ചു, പ്രത്യേക സാഹചര്യത്തിൽ പൂർണ്ണമായും നീതി പാലിക്കാൻ കഴിയുമെന്നുറപ്പുള്ള മനുഷ്യൻ അനിവാര്യഘട്ടത്തിൽ രണ്ടാമത് വിവാഹം കഴിക്കാൻ അനുവദിച്ച മതം ഇസ്ലാം പഠിപ്പിച്ചു. അവിടെ കിടപ്പറ പങ്കിടുന്നതിലും ഭക്ഷണവും വസ്ത്രവും മറ്റാനുകൂല്യങ്ങളെല്ലാം നൽകുന്നതിലും എല്ലാറ്റിലും നീതി പാലിക്കണം, നിർബന്ധമാണ്. എന്നാൽ മനസ്സിൽ വരുന്ന സ്നേഹം, ഒരാളോട് സ്നേഹം അധികമായി പോയാൽ, വർദ്ധിച്ചു പോയാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. ബോധപൂർവം അങ്ങനെ ചെയ്യുന്നതല്ല, മറിച്ച് ഒരാളിൽ നിന്നുണ്ടാകുന്ന സഹകരണം കൂടുതലാകുമ്പോൾ മാനസികമായി അവരോട് സ്നേഹം വർദ്ധിച്ചു പോകും. ഇത് മനസ്സിലുണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. ആ മഹബത്ത്, അതിനിടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം കൊടുക്കേണ്ടത്. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന്റെ കഥകൾ നബിതങ്ങളോട് ഒത്തുചേർന്നു എന്ന കാരണം മാത്രമാണ് സ്വഹാബത്തിനെ പരിശുദ്ധരാക്കിയത്. ആ സ്വഹാബത്ത് നബിതങ്ങളെ സ്നേഹിച്ച രൂപം, അതിന്റെ ഭാവം ചരിത്രകാരന്മാർ, അതിനെ വീക്ഷിക്കാൻ വേണ്ടി പോയ ആളുകൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അഫ്ളലുസ് സ്വഹാബ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. സിദ്ദീഖ് തങ്ങൾ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നു. നബിതങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. നബിതങ്ങളുടെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവിടുന്ന് പറയും, ഞാൻ ചിലപ്പോൾ നബിതങ്ങളുടെ മുന്നിൽ നിൽക്കും, പിന്നെ പിന്നിൽ വന്ന് നിൽക്കും, പിന്നെ വലഭാഗത്ത് നിൽക്കും, പിന്നെ ഇടഭാഗത്ത് നിൽക്കും, മാറി മാറി നിൽക്കും. ഏതു ഭാഗത്തുനിന്നും നബിതങ്ങൾക്ക് വല്ല അപകടവും വരുമോ എന്ന ആശങ്കയാണ് എന്റെ മനസ്സിൽ. ആ സങ്കീർണമായ ഘട്ടത്തിൽ, അതിസങ്കീർണമായ ഘട്ടത്തിൽ സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവേശിച്ച ഘട്ടം, ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീടിന്റെ ചുറ്റുഭാഗത്തും വളഞ്ഞ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂടി യാത്ര പുറപ്പെടുകയാണ്. വഴിയിൽ ഒരു ഗുഹ കണ്ടെത്തി, ഇതിൽ താമസിക്കാമെന്ന് കരുതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, അങ്ങ് പ്രവേശിക്കരുത്. ലാ തദ്ഖുൽ യാ ഹബീബ് ഹത്താ അദ്ഖുൽ വഉഫത്തിഷ് വഅബ്ഹസ്. ഞാൻ ഉള്ളിൽ പ്രവേശിച്ച് നോക്കട്ടെ, അവിടെ വല്ല ഇഴജന്തുക്കളുമുണ്ടോ, മാരകമായ വല്ല വസ്തുക്കളുമുണ്ടോ, ഞാൻ പരിശോധിച്ചതിന് ശേഷം അങ്ങയ്ക്ക് പ്രവേശിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിൽ കയറി. അതിലുള്ള ദ്വാരങ്ങൾ തന്റെ തുണി കീറിയെടുത്ത് അടച്ചു. അവിടുന്ന് ധരിച്ചിരുന്ന അരയുടുപ്പ് കീറിയെടുത്ത് അതിന്റെ കഷ്ണങ്ങളെ കൊണ്ട് അടച്ചു. ഇനിയും കീറിയെടുക്കാൻ പറ്റില്ല. വീണ്ടും അതിലുള്ള ഒരു ദ്വാരം ബാക്കിയാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകത്തേക്ക് വിളിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാണ്. തുണി കൊണ്ടടച്ച് അവശേഷിച്ച ഒരു ദ്വാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കാലിന്റെ വിരല് കൊണ്ടാണ് അടക്കുന്നത്. ഉള്ളിൽ നിന്ന് ഉഗ്രവിഷമുള്ള സർപ്പം മഹാനവറുകളുടെ കാൽവിരലിന് വന്ന് കൊത്തുന്നു. വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്താൻ പാടില്ലല്ലോ എന്ന നിർബന്ധം കൊണ്ട് അവിടുന്ന് കടിച്ചിറക്കുകയാണ്. അതിശക്തമായ വേദന അനുഭവപ്പെട്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോകുന്നു. അവിടുത്തെ കണ്ണിൽ നിന്നും ഉറ്റുവീണ കണ്ണുനീർത്തുള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പതിച്ച സമയത്ത് അവിടുന്ന് ഉണരുന്നു.
എന്തുപറ്റി സുദ്ദീഖേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. സുദ്ദീഖ് പറഞ്ഞു, നബിയെ, സർപ്പം കടിച്ചതാണ്. അങ്ങയെ ഉണർത്താൻ പാടില്ലെന്ന് കരുതി ആ നിർബന്ധം കൊണ്ട് ഞാൻ ഉണർത്താതിരുന്നതാണ്. നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് ആ ഭാഗം ശിഫപ്പെടുത്തുകയും ചെയ്തു. സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്നേഹാധിക്യം ഇതായിരുന്നു. മഹാന്മാര് പറയുന്നത്, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാനുള്ള കാരണം, എല്ലാവരും മരിക്കും, പക്ഷേ മരണത്തിനൊരു കാരണമുണ്ടാകും. രോഗം, പട്ടിണി, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഏതെങ്കിലും ഒരു കാരണം നമുക്ക് പെട്ടെന്ന് എല്ലാവരും പറയും എന്താ സംഭവിച്ചത്? ആര് മരിച്ചു എന്ന് കേട്ടാലും നമ്മൾ ചോദിക്കും എന്താ സംഭവിച്ചത്? വാർദ്ധക്യ സഹജമായ രോഗം, അവിടെയും രോഗമുണ്ടാകും. എന്തെങ്കിലും ഒരു കാരണം. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയും. നബി തങ്ങൾ വഫാത്തായത് മുതൽ പിന്നെ മഹാനവറുകളുടെ ശരീരത്തിനൊരു സ്വസ്ഥതയില്ല, എപ്പോഴും ഒരു വിറയലാണ്. ആ വിറയൽ നീണ്ട് അങ്ങനെയാണ്, ആ കാരണം കൊണ്ടാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതെന്ന് ഇത് സ്വഹാബത്തിലുടനീളം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സ്നേഹിച്ചതുകൊണ്ട് എത്രമാത്രം സ്നേഹിച്ചു. ഖുറൈശികൾ വീക്ഷിക്കാൻ വേണ്ടി ചാരന്മാരെ പറഞ്ഞയക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വീക്ഷിക്കാൻ വേണ്ടി വന്ന ഉർവത്ത് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുന്നത് കാണാം, എന്താ റസൂലുള്ളാഹി മുഹമ്മദ് നബിയുടെ സദസ്സിലേക്ക് ഞാൻ ചെന്നു. നബി തങ്ങൾ കാർക്കിച്ചു തുപ്പിയാൽ ആ കഫം നിലത്തു വീഴാൻ അനുചരന്മാരനുവദിക്കില്ല, അവർ ചാടി കയ്യിലാക്കും, അവരുടെ ശരീരത്തിൽ പുരട്ടും. മുഹമ്മദ് നബി വുളൂ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് താഴോട്ട് വീഴുന്ന വെള്ളത്തുള്ളികൾ പറ്റിയെടുക്കാൻ വേണ്ടി അവർ പരസ്പരം യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുന്നത് പോലെ മത്സരിക്കും. എന്തിനു വേണ്ടി? നബി തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച വെള്ളം എന്റെ കയ്യിൽ വരണം, അതെനിക്ക് ലഭിക്കണം എന്ന താല്പര്യത്തോടെ. എല്ലാ വിഷയത്തിലും ഇത് കാണാം. ഇന്നലെ ദുബായിൽ ഒരു മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തു. മൗലിദ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മുയേ മുബാറക്കിന്റെ സിയാറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം അത് കയ്യിലാക്കിയ ഇന്ത്യക്കാരനായ ബോംബെക്കാരനായ ഒരു ധനാഢ്യൻ വൻ തുക കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം അയാൾ കൈവശപ്പെടുത്തി. അയാളുടെ വീട്ടിൽ മൗലിദ് കഴിഞ്ഞു. ഓരോരുത്തരെ വരിവരിയായി കടത്തിവിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം അവിടെ പ്രദർശിപ്പിച്ചു. എങ്ങനെയാണിത് അവശേഷിച്ചു വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1400 വർഷമപ്പുറം നബി തങ്ങൾ ഈ ലോകത്ത്, ബാഹ്യലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് അടർത്തിയെടുത്ത രോമങ്ങൾ, നബി തങ്ങൾ ഉംറ കഴിഞ്ഞ് തല ഹൽഖ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തെ മുടി കളഞ്ഞു, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അതോരോ സഹാബിക്കും വിതരണം ചെയ്തു. മറുഭാഗത്തേത് നബി തങ്ങളുടെ തലയിൽ നിന്നും വടിച്ചെടുത്തു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. സ്ത്രീകൾക്കിടയിലും ഇത് വിതരണം ചെയ്തു. പരമ്പരകളായി ഇത് സൂക്ഷിച്ചു പോന്നു. നമ്മുടെ രാജ്യത്ത് ഇന്നും സൂക്ഷിച്ചിരിപ്പുണ്ട്. കാശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ്, പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന പത്രകോളങ്ങളിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഹസ്രത്ത് ബാൽ എന്ന് പറഞ്ഞാൽ മുടിയാണല്ലോ, മുയേ മുബാറക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം ഹസ്രത്ത് ബാൽ പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഡൽഹി ജുമാ മസ്ജിദിൽ, ഷാഹി മസ്ജിദിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ദർഗാഹ് ആസാറെ ഷരീഫ് എന്ന് പറയുന്നൊരു റൂം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി സൂക്ഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ കാലുവെച്ച് അടയാളപ്പെടുത്തിയ പാറക്കഷ്ണം തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന് ഡൽഹിയിൽ ഷാജഹാൻ ചക്രവർത്തി സൂക്ഷിച്ചിട്ടുണ്ട്.
തുർക്കിയിൽ മ്യൂസിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയും വടിയും ധാരാളം ആസാറുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത മദ്രാസ് സ്റ്റേറ്റിലെ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ സ്ഥാപകൻ ബാനി ഹസ്രത്ത് ഷെയ്ഖ് ഷാഹ് അബ്ദുൽ വഹാബ് ഹസ്രത്ത് തങ്ങൾക്ക് സനദ് നൽകിയ, അവിടുന്ന് ഓതിപ്പടിച്ച ഹസ്രത്ത് മക്കാൻ എന്ന് പറയുന്ന മദ്രസ ലത്തീഫിയ വേരൂർ, ഹസ്രത്ത് മക്കാൻ എന്നാണ് ആ സ്ഥലത്തിന് പറയുക. ആ സ്ഥലത്തിന് ഈ പേര് കിട്ടാനുള്ള കാരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം അവിടെ സൂക്ഷിച്ചതുകൊണ്ട് ഹസ്രത്ത് മക്കാൻ ആ സ്ഥലത്തിന് അങ്ങനെയാണ് പറയുക. അന്നു മുതൽ ഇന്നുവരെ ഓരോരുത്തരും കൈമാറി, പരമ്പരാഗതമായി കൈമാറിയവർ, ചിലർ വൻ തുകകൾ ലക്ഷക്കണക്കിന് ദീനാറുകൾ കൊടുത്ത് ആ വിശുദ്ധ കേശവും അവിടുന്ന് ഉപയോഗിച്ച തോൽപാത്രവും മറ്റുമൊക്കെ പലരും കൈമാറി കൈമാറി സൂക്ഷിക്കുകയാണ്. അന്ന് അതിന് കൊടുത്ത പ്രാധാന്യത്തിന്റെയും മഹത്വത്തിന്റെയും ദർശനമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സ്വഹാബത്തിന് കുട്ടികളുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് കൊണ്ടുവരും. നബി തങ്ങളുടെ ഉമിനീര് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. നബി തങ്ങളുടെ വായിലിട്ട് ചവച്ച കാരക്കയാണ് ആ കൊച്ചു കുട്ടികൾക്ക് ആദ്യമായി നൽകുന്നത്. മാത്രമല്ല, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, ഹസൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പിന് നബി തങ്ങളുടെ ഉമിനീര് കൊടുത്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഉമിനീര് ഭക്ഷണമായി നൽകി. ചില ദിവസം ഉമ്മമാർ പട്ടിണി കിടക്കുന്ന ദിവസം നബി തങ്ങൾ പറയും, ഇന്ന് നിങ്ങൾ വൈകുന്നേരം വരെ മുല കൊടുക്കണ്ട കൊച്ചിന്. നബി തങ്ങൾ അവിടുത്തെ നാവ് ആ കുഞ്ഞിന്റെ വായിലിട്ട് കൊടുക്കുകയും അത് ഈമ്പിക്കുടിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് സുഗന്ധത്തിനും ഔഷധത്തിനും വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർക്കണങ്ങൾ പുറത്തേക്ക് വരും. കഅന്നഹാ ലുഅ്ലുഅ, മുത്തുപോലെ തിളങ്ങുന്ന വിയർപ്പ് കണങ്ങൾ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മെല്ലെ അത് ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുകയാണ്. നബിതങ്ങളുടെ ഉറക്കം തെളിഞ്ഞു. എന്താ ഉമ്മു സുലൈം, നീ എന്താ ചെയ്യുന്നത്? അങ്ങയുടെ വിയർപ്പെടുക്കുകയാ. എന്തിനാണിത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് ഔഷധമായി കൊടുക്കാൻ, അവർക്ക് സുഗന്ധമായി ഉപയോഗിക്കാൻ. നബിതങ്ങൾ ഒന്നും എതിർത്തില്ല. നബിതങ്ങൾ സമ്മതം കൊടുത്തു. എല്ലാം അവർ സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള രക്തം എല്ലാം, അവിടുത്തെ ഉമിനീരും കഫവും രക്തവും എല്ലാം മാലിന്യങ്ങളല്ല, എല്ലാം പരിശുദ്ധമാണ്. അസ്മാ റളിയല്ലാഹു അൻഹാ പറയുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊമ്പ് വച്ചു. ശരീരത്തിൽ നിന്ന് രക്തമെടുത്തു മാറ്റൽ ശരീരത്തിന് ഗുണകരമാണ്. ആരെങ്കിലും രോഗമായി കിടക്കുമ്പോ ചിലപ്പോ നമ്മുടെ രക്തം നാം എടുത്തു മാറ്റിയാൽ ചിലപ്പോ അത് അവരുപയോഗിക്കും. നമ്മുടെ ശരീരത്തിൽ നമുക്ക് എടുത്തു മാറ്റാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിൽ കൊമ്പ് വെച്ച് കൊത്തിവെച്ചൊക്കെ രക്തം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊമ്പ് വെച്ചു. ഇഹ്തജമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഫഅഹു ഇലാ അബി അബ്ദുല്ലാഹ്, അബൂ അബ്ദുല്ലാഹി തങ്ങളുടെ കയ്യിലേക്ക് ഈ രക്തം കൊടുത്തു. കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. അദ്ദേഹം അത് കുടിച്ചു കളഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇക്കാര്യം പറഞ്ഞു. നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, മാ സ്വനഅ, നീ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, കരിഹ്തു അൻ അസുബ്ബ ദമക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ രക്തം പുറത്തു കളയാൻ എനിക്ക് മനസ്സു വന്നില്ല, അതുകൊണ്ട് ഞാനത് കുടിച്ചു കളഞ്ഞു നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദൻ ലാ യമസ്സുകന്നാർ, എങ്കിൽ നിന്നെ അഗ്നി തൊടുകയില്ല, തീ സ്പർശിക്കുകയില്ല. മറ്റൊരിക്കൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖത്ത് മുറിവ് പറ്റി. മുറിവ് പറ്റിയ സമയത്ത് ഒരു സ്വഹാബി വര്യൻ ആ മുറിവിലുള്ള രക്തം ഊമ്പിക്കുടിച്ചു. അവിടുത്തെ വായു കൊണ്ട് വലിച്ചെടുത്തു. നബി തങ്ങളുടെ മുഖത്ത് രക്തം മാറി അവിടെ വെളുത്തു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുജ്ജ, തുപ്പിക്കളയൂ. അയാൾ തുപ്പിയില്ല. ലാ അമുജ്, ഞാൻ തുപ്പില്ല നബിയെ. അവിടുന്ന് വയറ്റിലേക്ക് ഇറക്കി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഹൽ തുഹിബ്ബൂന അൻ തറാ അഹദൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് കാണാമോ? ഇതാ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട രക്തം ഒരാളുടെ വായിൽ പ്രവേശിച്ചാൽ, ശരീരത്തിൽ പ്രവേശിച്ചാൽ, പിന്നെ ആ ശരീരം നരകത്തിൽ പ്രവേശിക്കുകയില്ല. അക്കാരണം കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത്, രാത്രി മൂത്രമൊഴിക്കാൻ ഉണ്ടാകുമ്പോ പടുക്കത്തിൽ കൊളാമ്പിയിൽ മൂത്രമൊഴിച്ചു വെക്കും, കട്ടിലിന്റെ ചുവട്ടിൽ വെക്കും. ഒരു ദിവസം നേരം വെളുത്തപ്പോ കാണുന്നില്ല, കൊളാമ്പിയിൽ മൂത്രമൊഴിച്ചു വെച്ചത് അവിടെ കാണുന്നില്ല. എവിടെ പോയി എന്നന്വേഷിക്കുമ്പോ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നബി തങ്ങൾ താമസിക്കുമ്പോഴാ. എവിടെ പോയി, എവിടെ കൊണ്ടുപോയി ചൊരിച്ചു കളഞ്ഞു? ബറഖ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമ, ഉമ്മു ഹബീബയുടെ ഖാദിമത്ത് അതെടുത്ത് കുടിച്ചു കളഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിന്റെ ശരീരവും നരകം സ്പർശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ സ്പർശിച്ചാൽ ആ സ്പർശനമേറ്റ ഭാഗം പിന്നെ നരകത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അണിനിരത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ സ്വഫ് ശരിപ്പെടുത്താൻ വേണ്ടി ഒരാളെ ചെറുങ്ങനെ ഒന്ന് തട്ടിയ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എനിക്ക് ഖിസാസ് എടുക്കണം. സ്വഹാബത്ത് മുഴുവനും ആശ്ചര്യത്തോടെ അമ്പരന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികാരം ചെയ്യണമെന്നോ, ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സവാദ് പറയുന്നു, എനിക്ക് ഖിസാസ് എടുക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഖിസാസ് എടുത്തോ. സവാദ് പറയുന്നു, പോരാ, എന്റെ ശരീരത്തിൽ കുപ്പായമില്ലാതെയാണ് എന്നെ തൊഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ കുപ്പായം അഴിച്ചു മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുപ്പായം അഴിച്ചു മാറ്റി. സവാദ് റളിയല്ലാഹു അൻഹു അതാ ഉടനെ തന്നെ നബി തങ്ങളെ പിടിച്ചാലിംഗനം ചെയ്യുന്നു. വളരെയേറെ സന്തോഷത്തോടുകൂടി അവിടുന്ന് പറയുന്നു, എനിക്ക് പ്രതികാരം ചെയ്യാനോ? ഇല്ല, ഇല്ല, ഒരിക്കലും തന്നെ അത്തരത്തിലുള്ളൊരാഗ്രഹം എനിക്കില്ല. മറിച്ച് എന്റെ ഹബീബിന്റെ ശരീരത്തോട് എന്റെ ശരീരം അങ്ങ് സ്പർശിച്ചാൽ അക്കാരണം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതിനു വേണ്ടിയുള്ളൊരു ഹിക്മത്ത് മാത്രമാണ് ഞാനീ പറഞ്ഞത്. മഹാനവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുരുമുകയാണ്. ശാബകമൻ ശാബകനി, ശാബകമൻ ശാബകനി, ശാബകമൻ ശാബകനി ഇലാ യൗമിൽ ഖിയാമ ദഖലൽ ജന്ന. മുസൽസലായ ഹദീസിൽ കാണാം, എന്റെ കൈ കോർത്തവൻ, എന്റെ കൈ കോർത്തവനോട് കൈകോർത്തവൻ, എന്റെ കൈ കോർത്തവനോട് കോർത്തവനോട് കോർത്തവൻ, അങ്ങനെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ നിലക്ക് കൈകോർത്തവർ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നബി തങ്ങൾ ആ ഹദീസ് പറഞ്ഞു കൊടുത്ത സ്വഹാബിക്ക് കൈകോർത്തു. ആ സ്വഹാബി തന്റെ താബിഈന് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ കൈകോർത്തു. അങ്ങനെ ഇന്നുവരെ മശായിഖന്മാർ കൈകോർത്തു കൊണ്ടുവന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അവിടുത്തെ തൊട്ടതിനോട് തൊട്ട് അതിനോട് സ്പർശിച്ചവർക്ക് ഈ മഹത്വം ലഭിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്കാണ് സ്വഹാബത്ത് സ്നേഹിച്ചത്. താബിഈകളും
താബിഴുകളുമായ മഹാരഥന്മാർ അവർ സ്നേഹിച്ച കഥകൾ ധാരാളം കേട്ടവരാണ്. കേൾക്കാത്ത കഥകൾ ഇനിയും ധാരാളം നമുക്ക് വായിച്ചും പഠിച്ചും അറിയാൻ സാധിക്കും. പക്ഷേ നാം ഇവിടെ ചിന്തിക്കേണ്ടത്, ഇന്നലെ വരെ കേട്ട പ്രഭാഷണങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയ നാം, അവിടുത്തെ സ്നേഹിക്കലിന്റെ ബാധ്യത ഉൾക്കൊണ്ട നാം നബി തങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും ഞാൻ നബിയെ സ്നേഹിക്കില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ഇത് നാം പരിശോധിക്കണം. അതിനുള്ള അളവുകോലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചു. നബി തങ്ങളെ അതിരറ്റു സ്നേഹിച്ചവരെ നബി തങ്ങൾ ഇങ്ങോട്ട് അതിനേക്കാളും അപ്പുറം സ്നേഹിക്കുകയും ജീവിതകാലത്തു തന്നെ ആ സ്നേഹം വെളിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ നാം ചിന്തിക്കുക, നമ്മുടെ സ്നേഹം എവിടെ എത്തി നിൽക്കുന്നു? നാം സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു, എങ്കിൽ എവിടെ നാം എത്തിയിരിക്കുന്നു എന്ന് പരിശോധിക്കണം. സ്നേഹിക്കുന്നവരുടെ അടയാളം, നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. നമ്മുടെ മുന്നിൽ നിന്ന് അവർ വിട്ടുമറയുന്നതിനോട് നമുക്ക് താല്പര്യം കുറയും. കുറഞ്ഞ കാലത്തേക്ക് നമ്മിൽ നിന്ന് യാത്ര പോവുകയാണെങ്കിൽ സ്നേഹത്തോടെ യാത്രയേക്കും. സമയമാകുമ്പോൾ തിരിച്ചു വരണം. വരുന്നില്ല എങ്കിൽ നമ്മുടെ സ്നേഹം അവിടെ പ്രകടമാകും. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയ മകൻ വൈകുന്നേരമായി തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പോയത്. ആ സമയമായിട്ട് തിരിച്ചെത്തുന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഉമ്മയുടെ സ്വഭാവം ചിന്തിച്ചു നോക്കുക. ഉമ്മ ആ സമയത്ത് ചെറിയ മാനസികാവസ്ഥ വ്യത്യാസം വരും. സംസാരത്തിന് ശേഷി കുറയും. വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, പിന്നെ സംസാരിക്കാനേ സാധിക്കുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ മോഹാലസ്യപ്പെട്ട് വീണുപോകുന്നു. നമ്മുടെ അനുഭവത്തിൽ നാം കാണുന്നതാണ്. നാം കാണാൻ ഇഷ്ടപ്പെടുന്ന ആളെ കാണാതിരിക്കുമ്പോൾ അതിന്റെ പേരിൽ വളരെ കൂടുതൽ പരിഭ്രാന്തിയും മാനസികമായ പ്രയാസവും അനുഭവപ്പെടുന്നു. സ്നേഹത്തിന്റെ അടയാളമാണോ കാണാൻ ആഗ്രഹിക്കൽ? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവിടുത്തെ കാണണമെന്ന ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനി അവിടുത്തെ പേര് കേൾക്കാൻ ഇഷ്ടം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേര് കേൾക്കാൻ നമുക്ക് താല്പര്യം. അതുകൊണ്ട് മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നവർ, ആരെങ്കിലും തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ ആ കാരണം കൊണ്ട് ആ കുട്ടിയും പിതാവും സ്വർഗത്തിൽ പോകുമെന്ന് കാണാം. മക്കൾക്ക് മുഹമ്മദ്, ആരാണ് അങ്ങനെയൊക്കെ ഇന്ന് പേര് വെക്കുക? മോസ്റ്റ് മോഡേൺ ഏജിൽ, ഈ പരിഷ്കൃത യുഗത്തിൽ മുഹമ്മദ് എന്ന് പേര് വെക്കാനോ? എന്തെങ്കിലും പുതിയ പുതിയ നാമങ്ങൾ നാം കണ്ടെത്തും. ചിലപ്പോ എന്താ പേര് വെച്ചത് മുഹമ്മദ് എന്ന്, പക്ഷെ വിളിക്കലോ, വിളിക്കാൻ വേറെ പേര്. അല്ല, സ്നേഹത്തോടെ ആ പേര് വെച്ച് ആ പേര് തന്നെ നിലനിർത്തണം. മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് വെക്കുന്നവർ, فإن لي ذمة منه بتسميتي محمدا فهو أوفى الخلق بالذمم. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, എന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് രക്ഷപ്പെടുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ബുർദ ബൈത്തുകൾക്ക് ഒപ്പിച്ചൊപ്പിച്ച് പാടിയ ആളാണ് അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖി എല്ലാ വരികൾക്കും ഒപ്പിച്ചു പാട്ടുപാടി അവസാനം ഇവിടെ എത്തി, ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ. എന്റെ പേര് മുഹമ്മദ് എന്നാ, അതിന്റെ പേരിൽ എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ദിമ്മത്തുണ്ട്, എന്റെ ജാമ്യം റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കും. അഹ്മദ് ഷൗഖി കുടുങ്ങി. എന്തു പറയും? അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നല്ല. അദ്ദേഹം പാടുകയാ, യാ അഹ്മദൽ ഖൈരി ലീ ജാഹും ബിതസ്മിയതി
وكيف لا يتسامى بالرسول سميه. ഓ അഹ്മദ് എന്ന പേരുള്ള നബിയെ, എനിക്കും അതേ ഭാഗ്യം, എന്റെ പേര് അഹ്മദ് എന്നാണ്. അതാ ബുസ്വരിമാമിന്റെ കൂടെ എനിക്കും അങ്ങയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണം നബിയെ. ആ സ്നേഹത്തിന്റെ പേരിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു നാമം വെച്ചാലും അതിൻ്റെതായൊരു പ്രത്യേകത അതിന് ലഭിക്കും. മുഹമ്മദ് എന്നതിന്റെ മഹത്വം ലഭിക്കുകയില്ല. ആശിഖീങ്ങളായ മഹത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച കാരണം കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്വപ്നത്തിൽ പലർക്കും റസൂലുള്ളാഹി തങ്ങൾ വെളിവായിട്ടുണ്ട്. മാത്രമല്ല, ഉണർച്ചയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മർആനി ഫിൽ മനാമി ഫസൗഫ യറാനി ഫിൽ യഖ്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഹാഫിദ് സുയൂത്തി അവിടുത്തെ അൽ ഹാവീലിൽ ഫതാവയിൽ ഉദ്ധരിക്കുന്നത് കാണാം. എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അവൻ ഉണർച്ചയിൽ തന്നെ എന്നെ കാണുന്നതാണ്. മാത്രമല്ല, മൻ റആനി ഫഇന്നഹു റആനി ഫഇന്ന അശ്ശൈത്താന ലാ യതമസ്സലു ബി. എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അവൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം പിശാചി എന്റെ രൂപത്തിൽ വരുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ആശിഖീങ്ങൾ ഒരുപക്ഷേ റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരുണ്ടാകും. അവരുടെ ദുആ നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവരുടെ കഥകൾ ധാരാളം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മഹാരഥന്മാർ, കേരളക്കരയിലുള്ളവർ റസൂലുള്ളാഹി തങ്ങളെ നേരിൽ കണ്ട കഥകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ചെന്ന സമയത്ത് അവിടുത്തെ റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന്, ഹുജ്റത്തു ഷരീഫയുടെ അകത്ത് നിന്ന്, ഖബറു ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്ത സംഭവം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയേറെ സ്നേഹിച്ച മഹാനാണ്. അവിടുന്ന് റൗള ഷരീഫ് സിയാറത്തിന് വന്ന സമയത്ത് ഹുജ്റത്തു ഷരീഫയുടെ ഉള്ളിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന് സമീപത്ത് നിന്നു. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. ഓ നബിയെ, വിദൂരത്താകുന്ന സമയത്ത് ഞാൻ എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ടായിരുന്നു. ഈ പ്രതലം വന്നുകൊണ്ട് ശറഫാക്കപ്പെട്ട ഈ ഭൂമി വന്ന് ചുംബിച്ച് തിരിച്ചു വരാറുണ്ട്. ഇതാ അസുലഭ സന്ദർഭം വന്നിരിക്കുന്നു. അവിടുത്തെ കൈപിടിച്ച് ചുംബിക്കാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. റിഫായി തന്റെ അഹ്മദ് അൽ കബീർ ഇതാ അവിടുത്തെ മുന്നിൽ ഹാജരായിരിക്കുന്നു. അതുകൊണ്ട് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തരൂ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്നും കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തുവെന്നും റിഫാഇ ശൈഖ് തങ്ങളത് പിടിച്ച് ചുംബിച്ചുവെന്നും നോക്കി നിന്ന കൂടെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയത് കാണാം. സഹോദരന്മാരെ, കേരളക്കരയിലെ അറിയപ്പെട്ട പണ്ഡിതൻ മഹാനായ ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ മദീന ഷരീഫിൽ വരികയും മദീന ഷരീഫിലെ റൗള ഷരീഫിനകത്തേക്ക്, റൗള ഷരീഫ് എന്ന പ്രയോഗം അതിനെക്കുറിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. റൗള എന്ന് പറയുന്നത് മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മാ ബൈന ഖബ്രി വ മിമ്പരി റൗളത്തും മിർ റിയാദിൽ ജന്നാഹ്. എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലുള്ള ഉദ്യാനമാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ആ സ്ഥലത്തെക്കുറിച്ച് റൗള എന്ന പ്രയോഗമുണ്ടത്, അത് തന്നെയാണ് അതിന്റെ പ്രയോഗം. എന്നാൽ ഹുജറത്തു ഷരീഫിനെ കുറിച്ച്, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഖ്ബറയെ കുറിച്ച്, ജാറത്തെ കുറിച്ച്, ആ റൂമിനെ കുറിച്ച് റൗള എന്ന പ്രയോഗം സാധാരണയായുണ്ട്. മാത്രമല്ല അവിടുത്തെ ഖബറിനെ കുറിച്ച് മാത്രവും റൗള എന്ന പ്രയോഗമുണ്ട്. മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ കാലത്ത് മർവാൻ മഖ്ബറയിലേക്ക് വന്ന സമയത്ത് ഒരാൾ റൗളയുടെ മുകളിൽ മുഖം വെച്ച് നിൽക്കുന്നു. എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് മർവാൻ ചോദിച്ച സമയത്ത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഞാൻ ഈ ഖബറിനെ ചുംബിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും കല്ലിന്റെ മുന്നിലല്ല വന്നു നിൽക്കുന്നത്, എന്റെ ഹബീബിന്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പഠിപ്പിക്കുന്നു, സ്നേഹത്തിന്റെ കാരണമായി പുണ്യം നേടാനുള്ള ആഗ്രഹത്തോടെ ഖബർ ഷരീഫിനെ ആരെങ്കിലും ചുംബിച്ചാൽ അത് ദീനിൽ വിരോധിക്കപ്പെട്ട കാര്യമല്ല. മഹാനായ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്ന് പുറത്തുപോയി താമസിച്ചു. ഷാമിലേക്ക് താമസം മാറ്റിയിരുന്നു കുറച്ചു കാലം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ചോദിക്കുന്നു, ബിലാൽ എന്തുപറ്റി ബിലാൽ, എന്നെ സിയാറത്തിന് വരാൻ സമയമായില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു വളരെയേറെ വിഷമിച്ചുപോയി. നേരം വെളുത്ത ഉടനെ തന്നെ യഥാ മദീന ഷരീഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. മദീനയിൽ വന്ന് മഖ്ബറത്തു ഷരീഫിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ആ ഖബറിന്റെ മുകളിൽ അവിടുത്തെ മുഖം വെച്ചുരുട്ടി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് റൗള ഷരീഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് എന്നതുകൊണ്ട് നാം ഇപ്പോഴും ഉദ്ദേശിച്ചത് അവിടുത്തെ ഖബർ ഷരീഫാണ്. മഖ്ബറയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിച്ച മഹാനായ ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി തങ്ങൾ, അവിടുത്തെ പരിചാരകന്മാർ സമ്മതം കൊടുത്തില്ല. ഉമർ ഖാദി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് ഗീതം ആലപിച്ചു. ആ കവാടത്തിന്റെ മുന്നിൽ നിന്ന്, മുവാജഹത്തു ഷരീഫയുടെ മുന്നിൽ നിന്ന് നബി തങ്ങളെ പാടി പാടി പുകഴ്ത്തുകയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫിന്റെ കവാടം ഉമറുൽ ഖാദി തങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. ഉള്ളിലേക്ക് പ്രവേശിച്ചു. വളരെ വിഖ്യാതമായ സംഭവമാണ്. കേരളക്കരയിലെ മഹാനായ സയ്യിദന ഉമറുൽ ഖാദി തങ്ങൾ ത്വായിഫിൽ മസ്ജിദ് ഉമർ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ടെന്നാണ്. ഉമറുൽ ഖാദി തങ്ങള് അവിടേക്ക് ഓരോരുത്തർ വന്ന് ദുആ അർപ്പിക്കാനും മറ്റും വരുമ്പോൾ കിട്ടുന്ന സംഭാവനകളൊക്കെ വാങ്ങിയിട്ടൊരു പത്തായത്തിലേക്ക്. ഉമർ ഖാദി തങ്ങളെ ജയിലിലടച്ചപ്പോ ബ്രിട്ടീഷുകാരൻ വന്ന് ആ പത്തായത്തിന് പൂട്ടുവെച്ചുവെന്ന. കാരണം ഇതിലൊരുപാട് ക്യാഷ് ഉണ്ട്, കിട്ടുന്നൊക്കെ അതിലേക്ക് ഇടല, എടുക്കുന്നത് കാണാറില്ല. വന്ന് തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ കൂറേ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്ന ചരിത്രം പറയുന്ന മഹാനവർകൾ ആഴ്ചയിലും ത്വായിഫിൽ വരുമായിരുന്നു. അവിടെ വന്ന് പണിക്കാർക്ക് കൂലി കൊടുത്ത് തിരിച്ചു പോകും. അങ്ങനെ മഹാനവർകൾ ആ പണം എടുത്തുകൊണ്ടുവരും. ആവട്ടെ, ഉമർ ഖാദി തങ്ങൾ കേരളക്കരയിലെ മഹാൻ മദീന ഷരീഫിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടം തുറപ്പിച്ച സംഭവം നാം ചിന്തിക്കേണ്ടതാണ്, നമുക്ക് പാഠമേകേണ്ടതാണ്, നമുക്ക് മഹബത്ത് വർദ്ധിപ്പിക്കാൻ നിദാനമാകേണ്ടതാണ്. മഹാനായ ആലിപ്പുലവർ കേരളക്കരയിൽ, ഇന്ന് തമിഴ്നാട്ടിൽ കിടക്കുന്ന കന്യാകുമാരി എന്ന് പറയുന്ന പ്രദേശം, തിരുവനന്തപുരം കഴിഞ്ഞ് തക്കല കഴിഞ്ഞ് ആലിപ്പുലവർ എന്ന് പറയുന്നൊരു മഹാന്റെ മഖ്ബറ കാണാം. ആരാണ് ആലിപ്പുലവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ഗീതങ്ങൾ ആലപിച്ചു. മിഅ്റാജ് മാല എന്ന് പറയുന്നൊരു കവിതാ സമാഹാരം എഴുതിയുണ്ടാക്കി. അദ്ദേഹം ഒരു പള്ളിയിലെ മുക്രിയാണ്, ബാങ്ക് കൊടുക്കുന്ന ആളാണ്. തമിഴ് ഭാഷയിൽ പുലവരെന്നാണ് അവർക്ക് പറയുക. മഹാനവർകൾ നിസ്കാരം കഴിഞ്ഞു വഅദിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും.
അതേ സാധാരണ മുക്രി വാള് പറയാൻ വേണ്ടി എഴുന്നേറ്റെന്നാൽ ആരും അങ്ങനെ നിൽക്കൂല. മഹാനവറുകൾ നിരാശനായി. തന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് ഈ മിഅ്റാജുമാല പാടിപ്പറയാൻ ആരംഭിച്ചു. കുറച്ചാളുകളൊക്കെ വന്ന് കേട്ടു. കൂടുതൽ താല്പര്യം ജനിച്ച ആളുകൾ ഈ മിഅ്റാജുമാല കേൾക്കാൻ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മിഅ്റാജിന്റെ സംഭവം മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അതേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് പലായനം ചെയ്തതും അതിനിടക്ക് തൂർസീനായിലും ബത്ലഹേമിലും മദീനായിലും ഇറങ്ങി നിസ്കരിച്ചതും മൂസാ നബി അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ട തൂർസീന എന്ന് പറയുന്ന പർവ്വതത്തിന് പ്രത്യേകതയുള്ളതുകൊണ്ട് അവിടെ 2 റക്അത്ത് നിസ്കരിപ്പിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ ബത്ലഹേം എന്ന് പറയുന്ന ബൈത്തുൽ ലഹമിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ജനിച്ചു വീണ സ്ഥലം മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലത്തിന് ബറക്കത്തുണ്ടെന്ന് അറിയിച്ചുകൊണ്ടതാ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിസ്കരിക്കാൻ വേണ്ടി നബിതങ്ങളോട് പറഞ്ഞു. നബിതങ്ങൾ അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു. മദീന ഷരീഫിൽ ത്വയ്ബയിൽ നബിതങ്ങളോട് നിസ്കരിക്കാൻ പറയുന്നു. നബിതങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ജിബ്രീൽ പറയുന്നു, ഹാദിഹി ത്വയ്ബതു വഇലൈഹൽ മുഹാജറു ഇൻഷാ അല്ലാഹ്. ഇത് ത്വയ്ബയാണ്, മദീനയാണ്. ഇവിടേക്കാണ് അങ്ങ് ഹിജ്റ വരാൻ പോകുന്നത്. വരാൻ പോകുന്ന സ്ഥലത്തിന് പോലും പ്രത്യേകതയുണ്ടെന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് മസ്ജിദുൽ അഖ്സായിൽ ചെന്നതും അവിടെ വെച്ച് അമ്പിയാക്കന്മാർക്ക് മുഴുവനും ഇമാമായി നിന്ന് നിസ്കരിച്ചതും മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നതായി കണ്ടതും എല്ലാം വിവരിച്ച് അവസാനം വാനലോകത്തേക്കുള്ള പലായനം, ഓരോ ആകാശത്ത് ചെല്ലുന്നതും അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുന്നതും ആ വാനലോകത്ത് ആകാശത്തിന്റെ കവാടം തുറക്കുന്നതും അവിടെ വെച്ച് ആദം അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഇദ്രീസ് അലൈഹിസ്സലാമും ഓരോരുത്തരും മാറി മാറി ഓരോ ആകാശത്തിൽ നിന്നും സ്വീകരിക്കുന്നതും വിവരിച്ച് അവസാനമതാ ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലും വഖഫ്. ബഹറുന്നൂറിന്റെ സമീപത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുള്ള യാത്രക്കാരൻ അവിടെ നിൽക്കുന്നു. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, പോകൂ നബിയേ, അങ്ങ് മുന്നേറിക്കൊള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത ഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേരുന്നു. നബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല വാനലോകത്ത് വളരെ കൂടുതൽ അലങ്കരിച്ചിട്ടുണ്ട്. വർണ്ണമാലകൾ തൂക്കിയിട്ടുണ്ട്, തോരണങ്ങൾ ചാർത്തിയിട്ടുണ്ട്. അതേ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷത്തെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. മിഅ്റാജ് കഴിഞ്ഞു വന്ന് നബിതങ്ങൾ വിശദീകരിച്ചു കൊടുത്തല്ലോ. ഔറാഖുഹു കഅദാനിൽ ഫീൽ, അതിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെയുള്ള ഇലകളാണ്. അതിന്റെ പഴങ്ങളൊക്കെ ഖിലാലി ഹജറ, ഹജർ നാട്ടിലെ പുല്ലത്തുകളെ പോലെ വീപ്പകളെ പോലെയാണ്. അതെല്ലാം ഒരുക്കി നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. അങ്ങനെ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى.
ആലിപ്പുലവരിങ്ങനെ വിശദീകരിക്കുന്നു. അള്ളാഹുവുമായുള്ള മുനാജാത്ത്, അള്ളാഹുവുമായുള്ള സാമീപ്യം അത് ശാരീരികമായ സാമീപ്യമല്ല. അള്ളാഹുവിന് ശരീരമില്ലല്ലോ, ഒരു പ്രത്യേക സ്ഥലത്തെന്ന് പറയാനും പറ്റില്ലല്ലോ, അള്ളാഹുവിനൊരു സ്ഥലം കൊള്ള ആവശ്യമില്ലല്ലോ. ഏതോ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണത്. നബിതങ്ങൾ അള്ളാഹുവുമായി വളരെ അടുത്തു വരുന്നു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും തമ്മിലെടുത്തതുപോലെ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി വളരെ കൂടുതൽ ആലങ്കാരികമായി വിശേഷിപ്പിച്ചുകൊണ്ട് വർണ്ണിച്ചു പറയുന്ന ആ രംഗം ആലിപ്പുലവർ തന്റെ സദസ്സിന് വെളിവാക്കി കൊടുക്കുന്ന സമയത്തതാ സദസ്സിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, വളരെ വലിയ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ മജ്ലിസിന്റെ നടുക്ക് കയ്യിൽ ഒരു ജാസ്മിൻ ചെണ്ടും പിടിച്ചുകൊണ്ടൊരു മുല്ലപ്പൂവിന്റെ വള്ളിയും പിടിച്ച് ആ നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആലിപ്പുലവരോടൊരു ചോദ്യം ചോദിക്കുന്നു. ഐന കുന്ത ഇദ്ദാക്, അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ആലിപ്പുലവർ പെട്ടെന്ന് പുസ്തകം മടക്കി സദസ്സിലേക്ക് ഇറങ്ങി വരികയും ആ ചെറുപ്പക്കാരനെ പിടിച്ചാലിംഗനം ചെയ്ത് ഉമ്മ വെക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ചെറുപ്പക്കാരൻ അപ്രത്യക്ഷമാകുന്നു. ആലിപ്പുലവർ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇതുവരെ കഥ കേട്ടുകൊണ്ടിരുന്ന സദസ്യർ നിരാശരായി മടങ്ങുകയാണ്. ബാക്കി നാളെ കേൾക്കാമെന്ന പ്രതീക്ഷയോടെ അവര് പോകുന്നു. സാധാരണ വാങ്ക് കൊടുക്കുന്ന അലി സാഹബ് അതാ അന്ന് സുബ്ഹി വാങ്ക് കൊടുക്കുന്നില്ല. നിരാശരായ ജനങ്ങൾ ആലിപ്പുലവരുടെ വീട്ടിലേക്ക് വരുന്നു. എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കുന്നു. വീട്ടുകാര് പറയുന്നു, ഇന്നലെ ഇവിടെ വന്നു, ഒരു ചെറിയ ശീലകഷ്ണം എടുത്തു, അതിലൽപ്പം കർപ്പൂരവും പുരട്ടി, കണ്ണ് രണ്ടും തുറന്നതിൽ വെച്ചു കെട്ടി. അവിടുന്ന് പറയുന്നു, എന്റെ ഹബീബായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞ എന്റെ ഈ കണ്ണുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ദുനിയാവിൽ എനിക്ക് മറ്റൊന്നും തന്നെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞു. സഹോദരന്മാര് മനസ്സിലാക്കണം, ഇന്നലെ ആ മജ്ലിസിൽ വന്ന ചെറുപ്പക്കാരൻ, സുഗന്ധത്തിന്റെ ചെണ്ടുമായിരുന്ന ആ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നുവെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്നത് ഈ കഥ കേൾക്കുന്ന നേരത്താണ്. അവിടുത്തെ കണ്ട കണ്ണുകൊണ്ട് എനിക്ക് മറ്റൊന്നും തന്നെ കാണണ്ട, ഈ കണ്ണെനിക്ക് കേടുവരുത്താൻ പറ്റില്ല. അതുതന്നെയാണ് മഹാനായ നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലെല്ലാം വ്യാപകമായി വെള്ളിയാഴ്ച ഓതുന്ന ഒരു ഖുതുബയുണ്ട്, നബാത്തിയ ഖുതുബ എന്ന് പറയുന്ന. അതിന്റെ രചയിതാവ് ഇരുന്നെഴുതിയുണ്ടാക്കിയ ഖുതുബയല്ല, അവിടുന്ന് മിമ്പറിൽ കയറി ഓരോ ദിവസവും ഓതുന്ന ഖുതുബയാണ്. അതാ മഹാനായ നബാത്തുൽ മിസ്രി തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു. നബാത്തുൽ മിസ്രി തങ്ങളുടെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. നബി തങ്ങൾ വിളിക്കുന്നു, യാ ഖതീബൽ ഖുതബാ, ഓ ഖതീബുമാരുടെ ഖതീബേ എന്ന് വിളിച്ചു മഹാനവർകളെ പ്രത്യേകം ആദരിക്കുന്നു. അവിടുത്തെ വാ തുറക്കാൻ ആവശ്യപ്പെടുന്നു. വമജ്ജ ഫീ ഫമിഹി മജ്ജതൻ, നബാത്തുൽ മിസ്രി തങ്ങളുടെ വായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുന്നു. പിന്നീട് ആ വായിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധമാണ് അടിച്ചു വീശുന്നത്. കസ്തൂരിയെക്കാളും വലിയ വളരെ നല്ല സുഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്. പിന്നീട് മഹാനവർകൾ വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. ആ സുഗന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നതിന്റെ പേരിൽ പിന്നീട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒരാഴ്ചയോളം ജീവിക്കുന്നു. അതേ അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറയുന്നു. ഇനിയും കാണാം സഹോദരന്മാരെ, മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു, മുതഅല്ലിമീങ്ങൾക്കറിയാം, അവർ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചത് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളാണ്.
നഹ്വിന്റെയും സർഫിന്റെയും മന്തിഖിന്റെയും മആനിയുടെയും ഏത് വിഷയത്തിലും ഇൽമുൽ കലാമിന്റെ വിഷയത്തിൽ എല്ലാം വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച, ലോകത്ത് മുഴുവനും ഇന്നും പാഠപുസ്തകങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങളുടെ രചയിതാവ് സഅദുദ്ദീൻ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അവിടുന്ന് ഓതിപ്പടിക്കുന്ന കാലത്ത് അവിടുത്തെ ഗുരുവര്യനായ ഖാദി അദുദ്ദീൻ തങ്ങൾ, ഖാദി അദുദ്ദീന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോശമായ പഠിക്കാത്ത കുട്ടിയാണ് സഅദ്. എത്ര പറഞ്ഞാലും മനസ്സിലാകൂല, എന്നാലും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. കൂട്ടുകാര് വൈകുന്നേരം നടക്കാൻ വേണ്ടി പോകുമ്പോ വിളിക്കും, സഅദേ നീ വരുന്നോ? ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് ഇന്നത്തെ പാഠം നോക്കണം. വായിച്ചോതിക്കൊണ്ടേയിരിക്കും. എന്നാ വല്ലതും തിരിയുമോ? ഒന്നും തിരിയൂല. ഒരു ദിവസം ഒരാൾ വന്ന് വിളിക്കുന്നു, സഅദേ വാ. വരുന്നില്ല, എനിക്ക് ഓതണം. വീണ്ടും ഒരു തവണ വിളിച്ചു, പോയില്ല. മൂന്നാമത്തെ തവണ വന്ന് വിളിച്ച ആള് പറയുന്നു, യാ സഅദു തആൽ യുനാദീക റസൂൽ. വരൂ സഅദേ, നിന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നു സഅദേ. മഹാനവറുകൾ ചാടി എഴുന്നേറ്റ് പോകുന്നു. പുറത്തൊരു വലിയ മരത്തിന്റെ ചുവട്ടിൽ അതാ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വലിയൊരു സഹായത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അതേ പരന്നു കിടക്കുന്ന പരവതാനി വിരിച്ച പോലെയുള്ള പുൽമെത്തയിൽ നബിതങ്ങൾ ഇരിക്കുന്നു. സഅദ് മെല്ലെ അടുത്ത് ചെന്ന്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്നു. നബിതങ്ങൾ സലാം മടക്കുന്നു. എന്തേ സഅദേ വരാതിരുന്നത്? 2 തവണ വിളിച്ചിട്ട് എന്താ വരാതിരുന്നത്? സഅദ് പറഞ്ഞു, നബിയെ അങ്ങ് വിളിച്ചുവെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അവിടുന്ന് വിളിച്ചുവെന്നോട് പറയുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ വരുമായിരുന്നു നബിയെ. നബി തങ്ങൾ സഅദിനോട് പറയുന്നു, വാ തുറക്കൂ സഅദേ. പഠിക്കുന്നില്ലെങ്കിലും തലയിലേക്ക് കയറുന്നില്ലെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിതാബ് ഓതിപ്പടിക്കാൻ, ഇൽമ് കരസ്ഥമാക്കാൻ വളരെയേറെ താല്പര്യപ്പെടുന്നു എന്നതിന്റെ പേരിൽ, വിജ്ഞാനത്തിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്നേഹം പ്രകടമാക്കുന്നു. യാ സഅദ് ഇഫ്തഹ് ഫാക്, വാ തുറക്കൂ സഅദേ. സഅദ് അവിടുന്ന് വാ തുറക്കുന്നു. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തുപ്പിക്കൊടുക്കുന്നു. അതേ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന നേരത്ത് ഖാദി അദുദ്ദീനോട് സഅദുദ്ദീൻ തഫ്താസാനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഖാദിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ഖാദി പറയുന്നു, ഇന്നലത്തെ സഅദല്ലല്ലോ, ഇന്നലെ വരെയുള്ള സഅദല്ല. സഅദിന്റെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ഇരിപ്പിടത്തിൽ സഅദിനെ ഇരുത്തുകയും മറ്റൊരിടത്തേക്ക് ദർസിന് വേണ്ടി ഖാദി അവർകൾ യാത്ര ചെയ്യുകയും ചെയ്യുന്നു. 16-ാമത്തെ വയസ്സിലാണ് ആദ്യമായി ഗ്രന്ഥരചന ആരംഭിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രന്ഥരചനയുടെ ഘോഷയാത്ര തന്നെയാണ്. സഅദുദ്ദീൻ തങ്ങളുടെ ഗ്രന്ഥങ്ങളാണ് ഇന്ന് ലോകത്ത് വളരെ കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ അവിടുത്തെ വായിൽ പ്രവേശിപ്പിച്ചു കൊടുത്തതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സഹോദരന്മാരെ, ഇനിയും ഇനിയും എത്രയെത്ര സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഒരൊറ്റ സംഭവം കൂടി പറയട്ടെ. നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള കാര്യം, കേരളക്കരയിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പതാകയുണ്ട്. ആ മൂവർണ്ണ പതാക, സുന്നി യുവജന സംഘം ഉയർത്തിപ്പിടിക്കുന്ന പതാക. അതിൽ കാണാം പച്ച നിറത്തിലുള്ളൊരു കുബ്ബ, ഗുംബദേ ഖദറാ. പച്ച നിറത്തിലുള്ള കുബ്ബ മദീനയിലെ കുബ്ബയാണത്. ഈ പതാകയുടെ നിർമ്മാതാവ് ആരാണെന്നറിയാമോ? ഇമാം മുഹമ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. നമുക്കറിയാതിരിക്കാൻ പറ്റൂല. ഇന്ത്യക്കാരനായ പണ്ഡിതനാണ്. ലോകത്തിന് മുഴുവനും വളരെ വലിയ വൈജ്ഞാനിക സംഭാവന നൽകിയ മഹാനാണ്. പച്ചക്കുബ്ബയുടെ മഹത്വം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. കുബ്ബയുടെ മാതൃക കുപ്പായത്തിൽ വെക്കുന്നതും അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മാതൃക കുപ്പായത്തിലും തൊപ്പിയിലും വെച്ച് നടക്കുന്ന സഹോദരന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റസാഖാൻ തങ്ങളുടെ അനുയായികളാണത്. സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി
وأنا السعيد بخدمتي لمثالها. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറഞ്ഞു, സഅദ് ഇബ്നു മസ്ഊദ് നബി തങ്ങളുടെ ചെരുപ്പ് കൊണ്ട് നടന്ന് വിജയിയായി. ആ ചെരുപ്പിന്റെ മോഡൽ കൊണ്ട് നടന്നിട്ട് ഞാനിതാ വിജയിക്കുന്നു. ചെരുപ്പിന്റെ മോഡൽ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? കുബ്ബയുടെ മാതൃക വെച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പതാകയിൽ ആ കുബ്ബ റസാഖാൻ തങ്ങൾ വരച്ചതാണ്. എന്തിനാണ് മനുഷ്യന്റെ മനസ്സിൽ വെച്ചു കൊടുത്തത്? ഈ ചിത്രം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ മനസ്സിലേക്ക് പ്രവാചക സ്നേഹം കടന്നുവരും. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നാം തൂക്കുന്നത് ഒരു ബാങ്കിന്റെ കലണ്ടറാണെങ്കിൽ ആ മനസ്സിലേക്ക് അതാണ് വരിക. മർക്കസിന്റെ കലണ്ടറാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോട്, ദീനീ സ്ഥാപനത്തോടുള്ള സ്നേഹമാണ് മനസ്സിൽ വരിക. കുബ്ബയുടെ ചിത്രമാണ് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നാം വെച്ചതെങ്കിൽ അതാണ് കൊച്ചുകുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളർന്നു വരിക. അതേ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഈ ചിത്രം വരണം. മദീന ഷരീഫിൽ ചെന്ന സമയത്ത് വലിയ പണ്ഡിതനാണ്, മുഫ്തിയാണ്, ഹനഫി മദ്ഹബിലെ വലിയ അഗ്രേശ്വരനായ മുഫ്തിയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഫതാവേ റസ്വിയ എന്ന് പറയുന്ന വലിയ 8 വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം രചിച്ച മഹാൻ മദീനയിൽ വന്നപ്പോ ദൂരെ നിന്ന് പച്ച കുബ്ബ നോക്കിക്കാണുമ്പോ അറിയാത്ത സ്നേഹത്തോടുകൂടി, സ്നേഹാധിക്യം കൊണ്ട്, പ്രേമത്തിന്റെ കാഠിന്യം കൊണ്ട് അവിടുന്ന് പാടുകയാണ്, പേഷേ നസർ വ നൗബഹാർ സജ്ദേ കോ ദിൽ ഹെ ബേഖറാർ. എന്റെ മുന്നിൽ കാണുന്നതാ സബ്സ് ഗുംബദാണല്ലോ, എന്റെ ഹബീബിന്റെ കുബ്ബയാണല്ലോ, ആവാസ കേന്ദ്രമാണല്ലോ. എന്റെ മനസ്സിൽ നിന്ന് വല്ലാത്തൊരു സ്നേഹമാണ്, അത് തികട്ടി വരുന്നു. എന്റെ ശിരസിനോട് സുജൂദ് ചെയ്യാൻ പറയുന്നു. സജ്ദേ കോ ദിൽ ഹെ ബേഖറാർ രോക്കിയേ സർക്കോ രോക്കിയേ ഹാ യഹീ ഇംതിഹാൻ ഹേ. എന്റെ തലയെ പിടിച്ചുവെക്കൂ. ഇതെന്തൊരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. അല്ലാഹുവല്ലാത്തവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ലെന്ന് സുബദത്തു സക്കിയ ഫീ തഹരീമി സജദത്തി തഹിയ്യ, ആദരിച്ച് സുജൂദ് ചെയ്യൽ ഹറാമാണെന്ന് ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ്. മദീനയിൽ വന്ന് ഗുംബദെ ഖദറ കാണുമ്പോ പിടുത്തം കിട്ടാതെ സ്നേഹത്തോടെ, സ്നേഹാധിക്യം കൊണ്ട് അവിടുത്തെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. എന്റെ തല പിടിച്ചു വെക്കൂ, ഇവിടെ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്നേഹം പ്രകടമാക്കുന്നു. ആ മഹാനുഭാവനെ പറ്റിയുള്ളൊരു കഥ നാം അറിയേണ്ടതാണത്. യമൻകാരനായൊരു ബുസ്റുഗ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. നബി തങ്ങൾ ഒരു വലിയൊരു ദർബാർ ഹാളിൽ ഒരു സദസ്സിലിരിക്കുകയാണ്. ഒരുപാട് മഹാന്മാര് വേറെയും ഉണ്ട്. ആരും ഒന്നും മിണ്ടാതെ ശബ്ദിക്കാതെ അടക്കിപ്പിടിച്ച മൗനവുമായി ഇങ്ങനെ നിൽക്കുന്നു. യമനി ബുസ്റുഗ് പറയുന്നു, എനിക്കിത് കണ്ടപ്പോ ആരെയോ കാത്തിരിക്കുന്നത് പോലെ തോന്നി. ഈ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നബിയേ ലിമൻ തന്തദിർ യാ റസൂലല്ലാഹ്, ആരെയാണ് കാത്തിരിക്കുന്നത് നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അഹ്മദ് റസാ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ അഹ്മദ് റസായെ കാത്തിരിക്കുകയാണ്. അതാരാണ് നബിയേ എന്ന് ചോദിക്കുമ്പോ പറയുന്നു, അത് ഇന്ത്യയിലെ ബറേലിയിൽ താമസിക്കുന്ന ആളാണ്. യമൻകാരനായ ബുസ്റുഗ് പറയുന്നു, എനിക്ക് തോന്നി ഇതൊരു വലിയ ആഷിഖുർ റസൂലായിരിക്കും. അദ്ദേഹത്തെ കാണണമെന്ന താല്പര്യത്തോടുകൂടി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് യമനിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ബോംബെയിലെത്തി. അവിടുന്ന് മൈലുകൾ താണ്ടി ബറേലി ഷെരീഫിൽ, യുപിയിലെ ബറേലി പട്ടണത്തിൽ എത്തിച്ചേർന്നു. അവിടുന്ന് ഒരു കുതിരവണ്ടി വിളിച്ച് റസാഖാൻ തങ്ങളുടെ വീട് ചോദിച്ചു. അയാൾ ചോദിക്കുന്നു, എന്തിനാണ് റസാഖാൻ തങ്ങളുടെ വീട് അന്വേഷിക്കുന്നത്? അദ്ദേഹത്തെ കാണാനാണ്. എന്നാൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്നാ ലില്ലാഹ്. യമനി ബുസ്റുഗ് വല്ലാതെ വിഷമിച്ചു പോയി. എന്തൊരവസ്ഥയാ! ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് താണ്ടി ഇവിടെ എത്തിയപ്പോഴേക്ക് അവിടുന്ന് മരണപ്പെട്ടു പോയല്ലോ. ദുഃഖത്തോടെ അദ്ദേഹം ചോദിക്കുന്നു, എന്നാണ് വഫാത്തായത്? ഈ മനുഷ്യൻ പറഞ്ഞു, അതേ കഴിഞ്ഞ സഫർ 25-ന്. എത്ര സമയം? ഉച്ചയ്ക്ക് 12:20. യമനി ബുസ്റുഗ് കണക്കുകൂട്ടി നോക്കുന്നു, എത്ര ദിവസമായി? അതേ, ഞാൻ യമനിൽ നിന്ന് സ്വപ്നം കണ്ട സമയം, അതേ സമയത്ത് തന്നെ, അതേ ദിവസം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വളരെയേറെ സ്നേഹിച്ച, അവിടുത്തെ മഹബത്ത് ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത, അതിനുവേണ്ടി പേന ചലിപ്പിച്ച,
രണ്ട് കൈകൊണ്ട് ഒന്നിച്ചെഴുതുന്ന കറാമത്തുണ്ടായ മനുഷ്യൻ. ദൗലത്തുൽ മക്കിയ ഫിൽ മാദ്ദത്ത്